നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് പോക്കോ X5 Pro 5G. കുറച്ച് മുന്നിറങ്ങിയ സ്മാർട്ട് ഫോണാണ്. 20,000 രൂപയ്ക്ക് പ്രൈസ് റേഞ്ചിൽ ഇനിയും നിങ്ങൾക്ക് പൈസ കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ 18,000 രൂപയ്ക്കാണ് ഏകദേശം ഈ ഒരു 256 വേരിയൻ്റ് എടുത്തത്, 256 GB വേരിയൻ്റ് എടുത്തത് എൻ്റെ ഒരു ഏട്ടൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമ്മളൊരു യൂസർ റിവ്യൂ എന്നുള്ള രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. കൂടെ ഒരു പ്രാക്ടിക്കൽ സെൻസിൽ ഈ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയുള്ള ഉപയോഗമുള്ള ആൾക്കാരായിരിക്കണം, അതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് അമർനാഥ്. ടൈം കളയാണ് നമുക്ക് പോക്കോ X5 Pro 5Gയുടെ ഫുൾ സ്പെസിഫിക്കേഷൻ ആൻഡ് പ്രാക്ടിക്കൽ റിവ്യൂയിലേക്ക് നേരെ കിടക്കാം. ഈ ഫോണിൻ്റെ ബോക്സ് ആൻഡ് പ്രൈസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബോക്സിൻ്റെ അകത്ത് 67 വാട്ട്സിൻ്റെ ചാർജർ വരുന്നുണ്ട്. നല്ല കാര്യം. 67 തന്നെ കിട്ടുന്നുണ്ട്. ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന അത്ര തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ, പിന്നെ സിം ടൂള്, ഡോക്യുമെൻറ്റേഷൻ കൂടെ നിങ്ങൾക്ക് ഒരു സാധാരണ TPU കേസാണ് കിട്ടുന്നത്. അതെടുത്ത് പള്ളയെ കളഞ്ഞിട്ട് വേറെ നല്ല ഒരു കേസ് വാങ്ങി ഇട്ട് ഉപയോഗിക്കുക. കാരണം നമ്മളിനി പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഏകദേശം 20,000 രൂപ റേഞ്ചാണ് മാക്സിമം നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 22,000 പോകുന്നുണ്ട്. ഒരിക്കലും ആ പ്രൈസിന് ഈ ഫോൺ എടുക്കരുത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 20ൻ്റെ താഴേക്ക് വരുന്ന രീതിയിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഈ ഫോണിൻ്റെ ഡിസൈൻ, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റർഫേസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു മീൻസ് പോക്കോയുടെ സാധാരണഗതിയിൽ അവർ തരുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫിനിഷ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഗ്ലോസിയാണ്, മേൽഭാഗത്ത് ഗ്ലോസിയാണ്, താഴെ മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഫിംഗർ പ്രിൻറ്റ് സ്മഡ്ജസ് ഒന്നും അധികം വരത്തില്ല. സാധാരണ പോക്കോ ഗ്ലാസ് ബാക്ക് കൊടുക്കാറുണ്ട്, പക്ഷേ ഇത് ഗ്ലാസ് ബാക്ക് അല്ല, പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിംസും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് മാറ്റ് ഫിനിഷ്. ഞാൻ പറഞ്ഞതുപോലെ മുകളിൽ കുറച്ച് ഗ്ലോസി ഫിനിഷ്. ഡിസൈൻ നോർമൽ പോക്കോയുടെ അതേ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. 182 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. 7.99 mm തിക്നെസ് അല്ലെങ്കിൽ 8 mm തിക്നെസ് ആണ് ഇതിൻ്റെ ഫോണിൻ്റെ ഒരു തിക്നെസ് വരുന്നത്. IP52 സ്പ്ലാഷ് പ്രൂഫ് ആണ്. സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിൽ പിടിച്ച് മുക്കാനൊന്നും പറ്റില്ല, പക്ഷേ ചെറിയ മഴ കൊണ്ടാലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം കുടഞ്ഞാലൊന്നും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്പ്ലാഷ് പ്രൂഫ് സംവിധാനവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളർ നോക്കുവാണെങ്കിൽ ഇതൊരു നീല കളറാണ്. പിന്നെ മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഫോട്ടോസോടെ കൊടുത്തേക്കാം. നമ്മളിലുള്ളത് ഈ ഒരു നീല കളറാണ്. പിന്നെ നമ്മൾ സൈഡ്സ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ യാതൊന്നുമില്ല. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വോളിയം റോക്കേഴ്സ് ആൻഡ് പവർ ബട്ടൺ. താഴെ നിങ്ങൾക്ക് ടൈപ്പ് സി പോർട്ട്, അത് 2.0 ആണ് വരുന്നത്. 3.1 3.0 സപ്പോർട്ടൊന്നും വരുന്നില്ല. ടൈപ്പ് സി 2.0. പിന്നെ നിങ്ങൾക്ക് ഒരു സിം സ്ലോട്ട് കിട്ടുന്നുണ്ട്. സിം സ്ലോട്ടിൽ നിങ്ങൾക്ക് SD കാർഡ് ഇടാൻ പറ്റില്ല. SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് വരുന്നില്ല. പിന്നെ ഒരു പ്രൈമറി മൈക്രോഫോണ്, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ല്. മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണ്, പിന്നെ രണ്ടാമതൊരു സ്പീക്കർ ഗ്രില്ല്. സോ നമുക്കിപ്പോൾ തന്നെ ക്ലിയർ ആണ്, ഇതൊരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് IR ബ്ലാസ്റ്ററും കിട്ടുന്നുണ്ട്, 3.5 mm ഓഡിയോ ജാക്കും കിട്ടുന്നുണ്ട്. സോ ഹെഡ്ഫോൺസ് ജാക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് കിട്ടുന്നില്ല ഇവിടെ. ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആൻഡ് മൾട്ടിമീഡിയ കമ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതും 10 ബിറ്റിൻ്റെ AMOLED ആണ് കൊടുത്തിരിക്കുന്നത്. സോ 1.07 ബില്യൺ കളർ ഷെയ്ഡ്സ് സപ്പോർട്ട് ചെയ്യും. ഡിസ്പ്ലേ പക്കയാണ്, ഒരു പ്രശ്നവുമില്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് അല്ല പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മാക്സിമം ഓഫ് 900 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. 900 നിറ്റ്സ് എന്ന് പറയുമ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ വെട്ടത്ത് പോയി നിന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ബ്രൈറ്റ്നസ് നല്ലോണം കുറയ്ക്കുന്ന സമയത്ത് രാത്രിയൊക്കെ നിങ്ങൾക്ക് ഫ്ലിക്കറിങ്ങിൻ്റെ ജസ്റ്റ് ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ആ ഫ്ലിക്കറിങ് കൊണ്ട് തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് PWM ഡിമ്മിങ് എന്ന് പറഞ്ഞാൽ. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. HDR10+ൻ്റെ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വൈഡ് വൈൻ L1 വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് HDR കണ്ടന്റും സ്ട്രീം ചെയ്യാം. പിന്നെ OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് 1080p കണ്ടന്റ് സ്ട്രീം ചെയ്യാൻ പറ്റും. അതിനുള്ള സർട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷൻ്റെ സർട്ടിഫിക്കേഷൻ ഇതിന് വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി AMOLED സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ വരുന്നുണ്ട്. എന്ന് പറയേണ്ട, ഡിസ്പ്ലേ അടിപൊളിയാണ്, പക്കയാണ്. ബെസൽസ് നോക്കുന്ന സമയത്ത് ഞാൻ ബെസൽസ് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ജസ്റ്റ് എല്ലാത്തൊരു വീഡിയോയും കൊടുക്കാം. പഞ്ച് ഹോളാണ്, ചെറിയ പഞ്ച് ഹോൾ കട്ടിങ്. താഴെ ആവറേജിലും ചെറുതായിട്ടുള്ളൊരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഏകദേശം 90% പുറത്ത് എന്തായാലും സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. സോ ആ ഒരു ബെസൽസും കാണാൻ നല്ല രസമുണ്ട്. നമ്മൾ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നമുക്ക് സിമി ആയാലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ നോക്കിയാലും
അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നില്ല, സൈഡ് മൗണ്ടഡ് ആണ് വരുന്നത്. ആമോലെഡ് ആയതുകൊണ്ട് അവർക്കത് കൊടുക്കാമായിരുന്നു, പക്ഷേ അവർ കൊടുത്തിട്ടില്ല. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഞാൻ ഓഡിയോ ടെസ്റ്റ് കാണിക്കാം. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ഇതിന് ഓഡിയോ കുറച്ച് കുറവാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനി ഈ ഒരു പർട്ടിക്കുലർ പീസിൻ്റെ ഡിഫക്റ്റ് ആണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോയി നന്നാക്കേണ്ടി വരും. ഇനിയിപ്പം ഈ ഫോണിനെ അങ്ങനെയാണോ എന്നറിയില്ല. സംഭവം ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, പക്ഷേ ഡോൾബി അറ്റ്മോസിൻ്റെ സർട്ടിഫൈഡും ആണ്. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു സൗണ്ട് ഇതിന് കിട്ടിയിട്ടില്ല എനിക്ക്. ജസ്റ്റ് നമുക്ക് ഓഡിയോ കേട്ടോക്കാം. ഓഡിയോ ടെസ്റ്റ് ഒന്ന് കേട്ടോക്കാം. അത്യാവശ്യം സൗണ്ട് ഉണ്ടെന്ന് ഞാൻ പറയുന്നുള്ളൂ. അത്ര ഭയങ്കരമായ സൗണ്ടൊന്നും സംഭവമില്ല, പക്ഷെ വരുന്ന സൗണ്ട് അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് കൂടെ കിട്ടുന്നുണ്ട്. ഏത് മോട്ടറാന്നുള്ളത് വ്യക്തമല്ല, പക്ഷേ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ജിങ് 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 എന്നുള്ള ഒരു മോട്ടർ പരിപാടിയൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ആ കാര്യത്തിലും പ്രശ്നമില്ല. 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഭാഗം നോക്കുകയാണെങ്കിൽ ആദ്യം സ്പെസിഫിക്കേഷൻസ് പറയാം. ക്വാൾകം സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. 6nm ഫാബ്രിക്കേഷൻ ടെക്നോളജി ഉണ്ടാക്കിയ ചിപ്സെറ്റാണ്. കോർട്ടക്സ് A78 ആണ് പ്രൈം കോർ വരുന്നത്. സോ ഡുവൽ ക്ലസ്റ്ററാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് കുറച്ച് കാലം മുന്നുള്ള ചിപ്സെറ്റാണ്. പക്ഷേ ഇറങ്ങിയ കാലത്ത് IQ C5 അത്യാവശ്യം നല്ല രീതിയിൽ ഒരു LPDDR5 കൊടുത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഓടിയ ചിപ്സെറ്റാണ്. അപ്പം നല്ല ചിപ്സെറ്റൊക്കെ തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 695 കുറച്ചും കൂടി നല്ല ചിപ്സെറ്റാണ്. അപ്പോൾ ഈ ചിപ്സെറ്റ് നമ്മളിനി ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന LPDDR4X UFS 2.2 കൂടെ തന്നെ അത്യാവശ്യം ഒരു 12 ലെയറൊക്കെ ഉള്ള ഒരു കൂളിംഗ് സിസ്റ്റം ഇതിന് കൊടുത്തിട്ടുണ്ട്. കൂളിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ പതുക്കെ പറയാം. ANTUTU സ്കോർ നോക്കുവാണെങ്കിൽ 5,65,000 പുറത്താണ് ANTUTU സ്കോർ വരുന്നത്. ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം. 740 2000 ആ ഒരു 100 ചില്ലറ അങ്ങനെയാണ് വരുന്നത് ഗീക്ക് ബെഞ്ചിൻ്റെ സ്കോർ. സിംഗിൾ കോർ സ്കോർ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. മൾട്ടി കോർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 3D മാർക്ക് സ്റ്റെബിലിറ്റി നോക്കിയ സമയത്ത് 87.1 എന്നുള്ള രീതിയിലാണ് 87.1% കിട്ടിയത്. 90% എനിക്ക് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ 30 മിനിറ്റ് 40 ത്രെഡ്സ് 30 മിനിറ്റ്സ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 90% ആണ്. 90% CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ കിട്ടാന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, അത്യാവശ്യം വലിയ കാര്യം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും ഈ ഒരു ഫോണിന് കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി നമ്മൾ ഗെയിമിങ്ങിൻ്റെ ആ ഒരു പാർട്ട് നോക്കുകയാണെങ്കിൽ, ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BGMI ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്മൂത്തിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രീം FPS കിട്ടുന്നുണ്ട്, സ്മൂത്ത് എക്സ്ട്രീം കിട്ടുന്നുണ്ട്. പക്ഷേ HDR കളിക്കുമ്പോൾ നിങ്ങൾക്ക് HDR അൾട്ര മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ എന്നാലും 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. HDR അൾട്ര എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ, അതും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതും കൂടിയാണ്. കാരണം HDR അൾട്ര ജസ്റ്റ് അൺലോക്ക്ഡായി കിട്ടുകയല്ല, അത് നമുക്ക് പെർഫോമൻസും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ കൂളിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞു 47 ഡിഗ്രി സെൽഷ്യസ് ആണ് എനിക്ക് ഇതിന് ഏറ്റവും മാക്സിമം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. പക്ഷെ 47 പെട്ടെന്ന് കൂൾ ചെയ്യുന്നുണ്ട്. സോ കൂളിംഗ് സിസ്റ്റം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവറോൾ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ഫോൺ തന്നെയാണ്. 20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് പെർഫോമൻസിനായാലും മറ്റേ ഓഡിയോ മൾട്ടിമീഡിയയ്ക്കായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഫോണാണെന്ന് ഞാൻ ഇപ്പോഴേ പറയാം. ബാറ്ററി സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി, 67 വാട്ട്സിൻ്റെ ചാർജർ അത് ബോക്സിൽ വരുന്നുണ്ട്. അത് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 67 വാട്ട് കൊണ്ട് നിങ്ങൾക്ക് 0 to 100 എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ ഉണ്ടാവും. പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾ ഫുൾ ചാർജ് ആക്കി എടുത്താൽ ഒരു നോർമൽ യൂസ്, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു, ഗെയിം കളിക്കുന്നൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നമ്മളിങ്ങനെ ജോലിക്കൊക്കെ പോവുക, കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള നോർമൽ യൂസിൽ ഒരു 1 ഡേ ബാറ്ററി ബാക്കപ്പ്, ഫുൾ 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ഹെവി ആണെങ്കിൽ ഒരു 1 ഡേ കിട്ടിക്കോളണമെന്നില്ല. അങ്ങനെയാണ് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഏകദേശം സ്ക്രീൻ ഓൺ ടൈം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി സോഴ്സസ് നോക്കിയപ്പം ഏകദേശം 6 മണിക്കൂർ ആ ഒരു റേഞ്ചാണ് ഏകദേശം വരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 67 വാട്ടിൻ്റെ ചാർജർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ബാറ്ററി ലൈഫ് വലിയ കുഴപ്പമില്ല. കാരണം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫും 67 വാട്ടും കൂടി ആകുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും നമുക്ക് അക്സെപ്റ്റബിൾ തന്നെയാണ്. അടുത്തത് ഈ ഫോണിൻ്റെ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് Android 12 ആയിരുന്നു ഈ ഫോൺ ലോഞ്ച് ചെയ്ത സമയത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫോണിന് അന്ന് അവർ പ്രോമിസ് ചെയ്തത്, അന്ന് MIUI 14 ആയിരുന്നു, അന്ന് അവർ പ്രോമിസ് ചെയ്തത് 2 ഇയേഴ്സിൻ്റെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആയിരുന്നു. സോ ഇപ്പം ഇതിൻ്റെ അകത്തുള്ളത് Android 14 ആണ്. അതായത് ആ 2 ഇയേഴ്സ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു. 3 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എന്ന് പറയുമ്പം 1 വർഷത്തേക്കും കൂടിയുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ അത് കിട്ടിക്കോളും. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടില്ല, ശരിയാണ്. Android 15 ഇതിന് കിട്ടില്ല.
പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത്തിരിയും കൂടി സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ലോണം വില കുറഞ്ഞാൽ മാത്രം ഈ ഒരു ഫോൺ എടുക്കാം. ഇതൊരു യൂസർ റിവ്യൂ കൂടി എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് സോഫ്റ്റ്വെയർ. പിന്നെ കുറച്ച് ബഗ്ഗുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം ഇതിലുള്ളത് Android 14 ഹൈപ്പർ OS ആണ്. അതുകൂടി ആലോചിക്കണം. ഇപ്പോൾ ഹൈപ്പർ OS എന്തായാലും കിട്ടിയിട്ടുണ്ട് ഈ ഫോണിൻ്റെ അകത്ത്. അപ്പം കുറച്ച് ബഗ്ഗൊക്കെ ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഹീറ്റായി എന്ന് പറഞ്ഞിട്ട് താനെ ഓഫ് ആവുന്നൊക്കെ ഉണ്ട്. അതായത് ഫോൺ ഹീറ്റായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ വെറുതെ ഓഫ് ആവുക. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് കഴിയുമ്പോൾ താനെ ഓഫ് ആവും. അങ്ങനത്തെ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം പിന്നെ ക്യാമറയൊക്കെ ചെറിയ ജിറ്റർ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഹൈപ്പർ OSൻ്റേതായ പഴയ നമ്മളെ ഷവോമീൻ്റെ സ്ഥിരം സ്വഭാവം ആ ഒരു രീതിയിലുള്ള ബഗ്ഗും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബ്ലോട്ട്വെയർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വാങ്ങുന്ന സമയത്ത് ബ്ലോട്ട്വെയറുകൾ ഒരുപാടുണ്ട്. അതെടുത്ത് കളഞ്ഞതാണ്, പിന്നെ ഏട്ടൻ തന്നെ കളഞ്ഞതാണ്. അപ്പം ബ്ലോട്ട്വെയർ അത്യാവശ്യം ഉണ്ട്, ആഡുകൾ അത്യാവശ്യം ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം മറ്റ് സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സോഫ്റ്റ്വെയറും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. കാരണം ഇതിന് അപ്ഡേറ്റ് നമുക്ക് കിട്ടാനില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു. പിന്നെ IP52 അല്ലെങ്കിൽ IP52 സ്പ്ലാഷ് പ്രൂഫ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ Wi-Fi 6 വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.1 വരുന്നുണ്ട്, NFC സപ്പോർട്ട് വരുന്നുണ്ട്. 5G സപ്പോർട്ടഡ് ഫോണാണ് തീർച്ചയായിട്ടും. പിന്നെ 4G സപ്പോർട്ടഡ് ആണ്. 5Gയിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ന്യൂ റേഡിയോയുടെ സപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മറ്റ് ഫീച്ചേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതും വരുന്നുണ്ട്. സോ നോ വറീസ് അറ്റ് ഓൾ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, അത് HM2 സെൻസറാണ് സാംസങ്ങിൻ്റെ. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള, പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ സാധാ മാക്രോ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡും ആ ഒരു പ്രൈമറിയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടറാണ് വരുന്നത്. മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ബാക്കിൽ 4K 30 FPS ഫ്രണ്ടിൽ നിങ്ങൾക്ക് 1080p 30 FPS ആണ് കിട്ടുന്നത്. 30 FPS അല്ല, സോറി, 1080p at 60 FPS. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണെങ്കിലും 1080p at 60 FPS കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ഞാൻ ബാക്കിലുള്ള വീഡിയോ സാമ്പിളും ഫ്രണ്ടിലുള്ള വീഡിയോ സാമ്പിളും ഞാൻ ഇന്ന് പറയുന്ന വീഡിയോ സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 4K 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ബാക്കിൽ ഈ ഒരു രീതിയിലായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ മൈക്കിന്റെ ക്ലാരിറ്റി ഈ രീതിയിലായിരിക്കും. 2 മൈക്ക് വരുന്നുണ്ട്, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും വരുന്നുണ്ട്. പിന്നെ ഏകദേശം വീഡിയോന്റെ ഒരു ക്ലാരിറ്റി ഒക്കെ നല്ല രസമുണ്ട്, എന്തായാലും കാണാം. ബാക്കിയൊക്കെ നിങ്ങൾ ഏകദേശം ജഡ്ജ് ചെയ്യാം. ഈ ഫോണിന്റെ സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് 1080p at 30 FPS അല്ല, നമുക്ക് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണുന്ന 1080 60 ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 4K സപ്പോർട്ട് വരുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 60 FPS കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ സൗണ്ട് ക്ലാരിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ വ്ളോഗൊക്കെ ചെയ്യാനാണ് നിങ്ങൾക്ക് കിട്ടുക. ഔട്ട്പുട്ടിനെ കുറിച്ച് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇനി ഈ ഫോണിൻ്റെ ആ ഒരു ഫോട്ടോഗ്രാഫി റേഞ്ച് നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ചടപടയെന്ന് കൊടുത്തു വിടാം. അത് ലൈറ്റ് ഉള്ള സമയത്താണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിലും നിങ്ങൾ ഇൻഡോർ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈറ്റ് ഉള്ളപ്പോഴും ലൈറ്റ് കുറച്ച് കുറഞ്ഞപ്പോഴും നൈറ്റിൽ നമ്മൾ വീഡിയോസ്, അതായത് നമ്മളെ ആ ഒരു നൈറ്റ് സ്കേപ്പ് ഇല്ല, നമ്മൾ സിറ്റി നൈറ്റ് ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സെൽഫി പോർട്രേറ്റ്സ് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് ഞാനിവിടെ കൊടുത്തേക്കാം. നൈറ്റും ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. വീഡിയോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞു. 4K 30 FPS ആണ്. അതും വീഡിയോസ് നല്ല വൃത്തിക്ക് തന്നെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഞാൻ അതിൽ ഏകദേശം കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. കാരണം അത് എടുത്തു കഴിഞ്ഞാലല്ലേ ഞാൻ സാമ്പിൾ കാണാം. അപ്പം എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം 20,000 രൂപയ്ക്ക് ആ ഏട്ടൻ പറഞ്ഞത് സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടണം. നമ്മൾ ഭയങ്കര ക്യാമറ എന്തൂസിയാസ്റ്റുകളൊന്നും അല്ല. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ല ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, യൂസബിൾ ആയിട്ടുള്ള ക്യാമറ. ഇനി പ്രൈമറി വേഴ്സസ് അൾട്രാ വൈഡ് നോക്കുന്ന സമയത്ത് പ്രൈമറി ക്യാമറയിൽ അൾട്രാ വൈഡ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കണ്ടാൽ അൾട്രാ വൈഡ് കുറച്ച് സൈഡൊക്കെ ഒരു രീതിയിലുള്ള അൾട്രാ വൈഡ് ഒരു നോർമൽ അൾട്രാ വൈഡ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. പ്രൈമറി ക്യാമറ 108 മെഗാപിക്സൽ അത് നല്ല ക്യാമറയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ സൂം ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ കൊടുത്തേക്കാം. 0.6x, 1x, 2x, 4x, 6x, 10x ഇങ്ങനെയുള്ള സൂം ടെസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. 10xലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൂം കിട്ടുന്നുണ്ട്. 4x ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസബിൾ ആണ്. കാരണം 108 മെഗാപിക്സലാണ് ആ ഒരു രീതിയിലുള്ള ക്രോപ്പിംഗ് ആണല്ലോ വരിക. 4x ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇനി എൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നോക്കുമ്പോൾ ഡിസ്പ്ലേ കൊള്ളാം, മൾട്ടിമീഡിയ കൊള്ളാം. അതിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റീരിയോ സ്പീക്കറിൻ്റെ ആ ഒരു ചെറിയ സൗണ്ട് കുറവ്,
ആ ഒരു സൗണ്ട് കുറവേ വരുന്നുള്ളൂ, വേറെ സീനൊന്നുമില്ല. അതും നമുക്ക് നെഗ്ലിജിബിൾ ആണ് ഡിഫറൻസ്. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ വരുന്നുണ്ട്, അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ കുറച്ചൊരു ഡ്രോബാക്കാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിനി അപ്ഡേറ്റ് കിട്ടില്ല എന്നുള്ളതൊരു ഡ്രോബാക്കാണ്. ക്യാമറ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ. പക്ഷേ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല. ഞാനവിടെ സ്റ്റെബിലൈസേഷനെ കുറിച്ച് പറയാൻ മറന്നുപോയത് കൺക്ലൂഷനിൽ ഞാൻ ഉൾപ്പെടുത്താം. സ്റ്റെബിലൈസേഷൻ രണ്ടും സെയിം ആയിട്ടാണ് തോന്നിയത്. സ്റ്റെബിലൈസേഷൻ ഉള്ളതും ഇല്ലാത്തതും അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആണ്. പക്ഷേ സ്റ്റെബിലൈസേഷൻ പ്രത്യേകം ഓണാക്കിയാലും ഇല്ലെങ്കിലും വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം പ്രത്യേകിച്ച് ഒരു OIS പരിപാടിയൊന്നും വരുന്നില്ല ഇവിടെ. ജസ്റ്റ് ഒരു നോർമൽ ആ ഒരു സോഫ്റ്റ്വെയർ സ്റ്റെബിലൈസേഷൻ സംഭവമേ ഉള്ളൂ. അപ്പം അതും വലിയ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ടോപ്പ് ക്യാമറ ഒന്നുമല്ല, പക്ഷെ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകും. അപ്പം അങ്ങനെ ഒരു നോർമൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ. പിന്നെ മദർ ബോർഡ് കത്തിപ്പോകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിൻ്റെ ഇതുവരെ കത്തിപ്പോയിട്ടില്ല, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം ചെയ്യുന്ന ബ്രാൻഡ് പോക്കോയൊക്കെ തന്നെയുള്ളൂ. കാരണം പിന്നെ X6 Pro നോക്കിയാൽ, ഇതിൻ്റെ അടുത്ത വർഷം നോക്കിയാൽ അത്യാവശ്യം നല്ല ഫോണാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സൈഡിൽ ബെല്ലൈക്കൺ കൊടുത്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ ടെക് റിലേറ്റഡ് കണ്ടൻറ്റിനും ഓട്ടോമൊബൈൽ റിലേറ്റഡ് കണ്ടൻറ്റിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ അത്രയും നേരം കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.